ഹലോ അസ്സലാമലൈക്കും. നിങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ഒത്തുകൂടലാണ്. അതായത് പ്ലസ് ടുവിൽ കൂടെ പഠിച്ചിരുന്ന എല്ലാവരും ഒന്നുമില്ല, എന്നാലും വന്നവർ വെച്ചിട്ട് ചെറുതായിട്ടൊരു ഒത്തുകൂടൽ. ആ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അങ്ങനെ പാലത്തുമ്മൂടെ നടക്കുകയാണ്. അങ്ങാടിപ്പുറത്ത് വണ്ടി ഇറങ്ങിയിട്ട് പാലത്തുമ്മൂടെ അപ്പുറത്തേക്ക് നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ മഴ ഒന്ന് ചെറുതായി ചാറുണ്ട്. ഞാൻ കുടയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. മഴ ചാറിഞ്ഞ ചെയ്തിട്ട് പെയ്തിട്ടൊന്നുമില്ല. പിന്നെ അതാ നടന്ന് പാലം കഴിയാനായി. അവിടെ ബസ് നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ബസ്സിൽ കയറിയപ്പോൾ നല്ല മഴയാണ്. അവിടെ ചെന്നിറങ്ങിയിട്ട് നല്ല മഴയാണ്. അങ്ങനെ സ്റ്റാൻഡിലെത്തി. അങ്ങനെ എല്ലാവരും അവിടെ എത്തിയിരുന്നു. ഹലോ ഗൈസ്, ഞങ്ങൾ ഷിംലയിൽ പോയി അങ്ങനെ സ്റ്റാൻഡിൽ കുറേ നേരം സംസാരിച്ചിരുന്ന് ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടി അവിടെ ഒരു കടയിൽ കയറി. അവിടെ ചോദിക്കണതൊന്നും ഉണ്ടായിരുന്നില്ല. ഓരൊക്കെ ചായയും ജ്യൂസൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒന്നും ഫുള്ളായിട്ടുണ്ടായിരുന്നില്ല. മെനു നോക്കണ കണ്ട ഒക്കെ ഇപ്പോൾ കൊണ്ടുവരണം വിചാരിച്ചു. നല്ല ചർച്ചയിലാണ്. പിന്നെ അവിടുന്ന് എങ്ങനെ ഇറങ്ങി. അവിടുന്ന് ഇറങ്ങിയിട്ട് ഇപ്പുറത്തേക്ക് അടുത്ത പരീക്ഷണം വീടിനെയാണ്. അടുത്ത മെനു നോക്കുന്നു. പ്രമാണിച്ച് വളരെ കഷ്ടപ്പെട്ട് ഓളമുണ്ടാക്കി അധ്വാനിച്ച് കട്ടിയില്ല. ദിവസം അരി വെള്ളത്തിലിട്ടത് കഴുകി കുതിർത്ത് ശർക്കര പാർന്ന് ഉണ്ടാക്കിയതാണ്. ആര് ഇതും കൂടി പറയാം ആര് ഈ ഉണ്ണിയപ്പത്തിനെ കുറിച്ചിട്ട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? കഴിക്കുന്നതിന് മുമ്പ് വീഡിയോ എടുത്താൽ നന്നായി കഴിച്ചിട്ടുണ്ടാവില്ലേ എന്ന് പറയുന്നത്. സോഫ്റ്റ്. അതായത് ഷെബിനാന്റെ ഇമ്മ അധ്വാനിച്ചുണ്ടാക്കി. അരി എന്തിലടിച്ച്? ഒരലിലിടിച്ച് നീ പറഞ്ഞോ. ഉമ്മ ഉണ്ടാക്കിയത് നല്ലൊരു സാധനം തന്നെ, വെച്ചാൽ മധുരല്ല. ചായ എന്ത് കട്ട് ചെയ്യാൻ നിൽക്കേണ്ടി വരും. കുറച്ച് ബുദ്ധിമുട്ടാണ്. 5 ബൂസ്റ്റല്ലേ ഇത്? ചായ കോമ്പിനേഷൻ ആക്കിക്കൊണ്ട് പകുതി അങ്ങനെ ഷെബിനെ കൊടുന്ന ഉണ്ണിയപ്പം തിന്നാണ്ട് കുറേ കാലത്തിന് ശേഷം കണ്ടതല്ലേ, എല്ലാവരും സംസാരിച്ചിരിക്കുകയാണ്. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഷെബിനാൻ്റെ തള്ളും കേട്ട് കുറേ നേരം ഇരുന്ന് അങ്ങനെ ജ്യൂസും ചായയൊക്കെ വന്ന്. 2 ചായ പറഞ്ഞിരുന്നു, ഞങ്ങൾ 3 ജ്യൂസും പറഞ്ഞ് അങ്ങനെ അതൊക്കെ കുടിച്ച് ഷെബിനാൻ്റെ ഉണ്ണിയപ്പം നിന്ന് അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ സ്റ്റാൻഡിൽ കുറേ നേരം നിന്ന് എന്താ പോകണ്ടെന്ന് ആലോചിച്ചാണ്ട് പിന്നെ സഫാൻ വരണ്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഓനെയും കാത്ത് നിന്ന് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് മാർക്കറ്റ് സിറ്റിക്ക് പോകാറുണ്ട്. അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒന്നുകൂടെ അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു തൈരം ഒറ്റ തൈരം എന്ന് പറയുന്ന മാതിയുണ്ട് ഇവിടെ. ലക്ഷക്കണക്കിന് ആൾക്കാർ കാണാം യൂട്യൂബ്. താത്ത ഭയങ്കര ക്ഷീണി തന്നെയാണ്. താത്ത തിരിഞ്ഞു നോക്കാനും കൂടി ഭയങ്കര ക്ഷീണമാണ്. നടന്ന് വാങ്ങി. ഷെബിന ഉണ്ട് ഇവിടെ. ഞങ്ങൾക്ക് വെയിലത്ത് നടക്കണം. മീറ്റപ്പിന്റെ പേര്
അങ്ങനെ അങ്ങനെ ഞങ്ങള് എങ്ങോട്ടാ തീനെ വീഡിയോട്ടോ സവാദിന്റെ ഇവിടെ ഷെബിനുണ്ട് ഇവിടെ മാസിന്റെ ഇവിടെ ഞാനുണ്ട് ഇവിടെ കുട്ടികളെ നോക്കുന്ന സവാദ് ആരുമില്ല ആ നല്ലത് ആകെ സുടിയൊക്കെ അറിയിക്കണം എന്തട്ട് എന്തട്ട് ഷെബിന കിട്ടില്ല അത് ഗ്ലോസ് അല്ലേ എന്താണ് ആകെ സുടിയൊക്കെ അറിയിക്കണത് ഇഷ്ടിക്കടാറ് സാധനങ്ങൾ ഷെബിന് എല്ലാതും എടുത്തിട്ട് അങ്ങനെ വെക്കണു ഷെബിന് ഒന്നും ഇട്ടിട്ടില്ല മാതി പിന്നെ എല്ലായിടത്തും നിർത്തിയൊക്കെ ഉണ്ട്, ഒന്നും എടുത്തില്ല. അതിൻ്റെ ഇടയിൽ പിന്നെ സഫാൻ വന്നിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് അങ്ങനെ ഇറങ്ങി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ട് എങ്ങോട്ടാ പോകുക ചർച്ചയില്ല. മസാലിക്കല്ലേ ഇവിടുന്ന് അങ്ങോട്ടോ ഓട്ടോയിലാണേ. ഒന്ന് ഫിക്സ് ആക്കുവോ? ആ ഇവിടെ അല്ലേ? അല്ല ഇങ്ങോട്ട് വരാൻ പറ. തീരുമാനമായിട്ട് പറയും. എങ്ങോട്ടാണ് അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അവിടെ ചെന്ന് നോക്കുമ്പോൾ നല്ല തിരക്കാണ്. പിന്നെ ഞങ്ങൾക്ക് ഷീറ്റൊക്കെ കിട്ടി ഞങ്ങളവിടെ ഇരുന്ന്. ഭയങ്കര നാണക്ക് ഫുഡ് വെയിറ്റ് ചെയ്ത് കടന്നിറങ്ങി ഗ്ലാസ് വെച്ച് കണ്ട്. ഇല്ല പിള്ളേരുടെ ഒരു കളികളെ ഞാനൊക്കെ പണ്ടൊക്കെ മണ്ണപ്പം ചുട്ട കളിച്ചിരുന്നത്. ഐഫോണിന്റെ കുട്ടികൾ കളിക്കുന്നത് മാസിയാ. ഞങ്ങൾക്ക് മണ്ണപ്പം ചുട്ട് കളിച്ചിരുന്നതാണ്. ഇപ്പൊ കുട്ടികൾ കളിക്കണത് നോക്കി എന്താണ് ഗെയിം അങ്ങനെ ഫുഡൊക്കെ എത്തി. ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മന്തി അൽഫാമാണ് പറഞ്ഞിരുന്നത്. പിന്നെ അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് അങ്ങനെ ഇറങ്ങി. പിന്നെ അവിടുന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ നേരെ നെസ്റ്റോക്കാണ് പോയത്. നെസ്റ്റോയിൽ അധികം നിന്നില്ല. അവിടുന്നും ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി. നെസ്റ്റോയിൽ ജസ്റ്റ് ഒന്നും കയറി ഇറങ്ങിയിട്ടുള്ളൂ. പിന്നെ അങ്ങനെ അവിടുന്ന് പോന്ന് ഞങ്ങൾ കുറേ നേരം സംസാരിച്ച് നിന്ന്. പിന്നെ ഓല അങ്ങനെ പോവുകയും ചെയ്തു. ഞാനും താത്തയും അവിടുന്ന് പോന്നു. ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് അങ്ങാടിപ്പുറം വരെ ഓട്ടോയിലാണ്. പിന്നെ അങ്ങാടിപ്പുറത്ത് വന്നിറങ്ങി ഞങ്ങളങ്ങനെ പാലത്തുമ്മൂടെ നടക്കുകയാണ്. അപ്പം ഞങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. എന്താ അങ്ങനെ നമ്മൾ മീറ്റപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല. മീറ്റപ്പ് കഴിഞ്ഞു. ഞങ്ങളിതാ അങ്ങാടി പുറത്തുനിന്ന് അങ്ങോട്ട് നടക്കണം. ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളു. ഓക്കെ ബായ്. അസ്സലാമലൈക്കും. ഭംഗിക്കണം മക്കളെ. എൻ്റെ സ്വന്തം നാട്ടുണ്ടിൻ്റെ അപ്പം